ഇന്ന് ഞാൻ രാവിലെ കഴിക്കാനായിട്ട് നല്ലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റോടു കൂടി തന്നെ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ രാവിലെ എന്നും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കാം. ഇത് വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും കഴിക്കാവുന്ന ഒരു ഉപ്പുമാവാണ്. നമ്മുടെ ലാപ്സി അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ്, ഞങ്ങളിവിടെ ദലിയ എന്ന് പറയും. ഞാൻ ഇവിടെ 2 ഗ്ലാസ് ഇത് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ദലിയ എന്നാണ് പറയണത്. ഇത് 2 ഗ്ലാസ് ഞാനെടുത്തു. ഇതിനി നമുക്കൊന്ന് കഴുകിയെടുക്കണം. നല്ലവണ്ണം കഴുകിയെടുത്ത് ഞാനിവിടെ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞു. ഇനി ഇതൊന്ന് സൈഡിലേക്ക് വെക്കണം. നല്ലവണ്ണം വെള്ളം പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കുഴഞ്ഞു തന്നെ ഇരിക്കും. ഇനി ഇതൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നല്ലപോലെ ഒന്ന് മാറ്റി വെക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി കിട്ടാനായിട്ട്. രാവിലെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് വറുത്തെടുക്കാം. ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാൻ ഇച്ചിരി സമയമുണ്ട്. കാരണം അതിനകത്ത് വെള്ളം പിടിച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അധികം ഹൈ തീയിൽ വെക്കാതെ തന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പം ഒത്തിരി അങ്ങ് ഇത് മൂത്ത് പോകല്ല. നമുക്കൊരു അതിൻ്റെ മണം വരും. അതുതന്നെയല്ല, ഇത് സെപ്പറേറ്റായി കിടക്കും. പിന്നെ പൊട്ടും ഇത്, അങ്ങനെയൊക്കെ അതുണ്ട്. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തയ്യാറാക്കുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞങ്ങളിവിടുത്തെ നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ കൃഷിയും അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് എൻ്റെ ചാനലുള്ളത്. തീർച്ചയായും നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതൊന്ന് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ. നല്ലൊരു മണം വരും. അതുമല്ല, ഇതുപോലെ ഉണ്ടാവും വെളുത്ത് കിടക്കുന്നത്, പൊട്ടും, ചിലത് ഇങ്ങനെ പൊട്ടും. ആ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് കിട്ടും. രാവിലെ എല്ലാവരും തിരക്കുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ടിഫിൻ കൊണ്ടുപോകാനാണെങ്കിൽ രാവിലെ എന്തെങ്കിലും രാവിലത്തെ ഇത് കാപ്പിയൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, അന്നേരം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ വറുത്തത് കൊണ്ടത് നല്ലതാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾക്ക് ചേർക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സവാള ഉള്ളിയാണ് ചേർക്കുന്നത്. കടുക് ചേർത്ത് കഴിഞ്ഞ് ഞാനിവിടെ പയറുപരിപ്പ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് തീർച്ചയായിട്ടും ചേർക്കുന്നത് നല്ലതാണ്. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ ഇത് ചേർക്കുമ്പം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ് ഈ പയറുപരിപ്പ്. നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുന്ന പോലെ തന്നെ, പക്ഷേ ഉഴുന്ന് ചേർക്കുന്നതിൽ നല്ലത് പയറുപരിപ്പ് ചേർക്കുന്നതാണ്. അത് എപ്പോഴും നമ്മൾ ഇച്ചിരി വാങ്ങിച്ച് വെച്ചാൽ നല്ലതാണ്. ഇതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ചട്നി, ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കില്ലേ, അതിലേക്കും അല്പം ചേർക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, അല്പം ഇഞ്ചിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കാണിച്ചില്ല എന്ന് തോന്നുന്നു. ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് ഇഞ്ചി ചേർക്കുമ്പോൾ. ഞാനത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനിയൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ലതുവണ്ണം വഴന്ന് കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ നുറുക്ക് ഗോതമ്പ് നിങ്ങൾ ഇതുപോലെയല്ലേ തയ്യാറാക്കുന്നതെന്നുള്ളത് കൂടി അഭിപ്രായം അറിയിക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തത്. അതിലേക്ക് ഞാൻ ആ കപ്പിന് തന്നെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് അളവാണെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളം കൂടി പോയാലും നമുക്കത് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ കുക്കറിലാകുമ്പോൾ അടിയിൽ കരിഞ്ഞു പോകും.
അന്നേരം നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 കപ്പ് ഗോതമ്പെടുത്തതിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ വെള്ളത്തിൽ തന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഈ വെള്ളത്തിൽ ഉപ്പ് നോക്കിയത് ആവശ്യത്തിനായിരിക്കാം. വെള്ളം അത് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് വെച്ച് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഇവിടെ ഈ പനിയൊക്കെ വരുമ്പം ഇത് കഞ്ഞി വെച്ചാണ് കുടിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യക്കാർ MP അങ്ങനെയാണ്. നമ്മൾ പനിയൊക്കെ വരുമ്പം കഞ്ഞി കുടിക്കത്തില്ല, അരിയുടെ കഞ്ഞി. പക്ഷേ ഇവർ കഴിക്കുന്ന ഇതാണ്. അവരോട് ചോദിക്കും പനി വന്നപ്പോൾ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ അവർ പറയും എന്തുവാ ദലിയ കഴിച്ചെന്ന് പറയും. ദലിയ എന്ന് പറയുമ്പം ഈ ഒരു സാധനം അവർ കഞ്ഞിയായിട്ട് വെച്ച് കഴിക്കും. അല്ലാതെ അവരോട് ഇവിടുത്തെ ഡോക്ടർമാർ പ്രത്യേകം പറയും ചാവൽ കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കല്ലേ എന്ന്. അങ്ങനെ അരിയുടെ ഒരു സാധനം കഴിക്കാൻ അവർക്ക് അനുവാദം ഇവിടുത്തെ ഡോക്ടർമാർ കൊടുക്കത്തില്ല. അവർക്ക് കൊടുക്കുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി വെച്ച് കുടിക്കുക. ഇത് മാത്രമേ അവർ പനി വരുമ്പം കഴിക്കത്തുള്ളൂ. നമുക്കൊക്കെ ആണെങ്കിൽ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ ചോറും കഞ്ഞിയൊക്കെ കഴിക്കത്തില്ലേ പനി വരുമ്പോൾ. പക്ഷേ ഇവിടുത്തുകാർ അങ്ങനെ ചെയ്യത്തില്ല. അവർ ഈ നുറുക്ക് ഗോതമ്പാണ് തയ്യാറാക്കി കഴിക്കുന്നത്. ഇത് ഞാൻ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റ വിസിൽ മാത്രമേ ഇതിനകത്ത് അടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും വേവും വെള്ളമൊക്കെ. ഈ കുക്കറിനകത്ത് എനിക്ക് അത്രയും തന്നെ മതിയായിരുന്നു. ഒരു വിസിലിൽ കാര്യം റെഡിയാക്കി കിട്ടി. കറക്റ്റ് വെള്ളമാണ് ഞാനത് ഒഴിച്ചത്. അധികം അടിയിൽ പറ്റി പിടിക്കാതെ അല്ലാതെ കരിഞ്ഞു പോകാതെ എനിക്ക് നല്ലോണം കിട്ടിയത്. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർക്കണമെന്നില്ല, പക്ഷേ തേങ്ങ ചേർക്കുമ്പം നല്ല ടേസ്റ്റിയാണ്. ഈ തേങ്ങ നേരത്തെ കടുക് വറുക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിലും നല്ലത് ഇങ്ങനെ നമ്മൾ പുറത്തു കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞപ്പം ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തത്. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് നിങ്ങൾ തയ്യാറാക്കി കൊടുത്ത് നോക്കുക. അവർ വീണ്ടും ചോദിക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കി കൊടുത്താൽ. അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഓക്കേ.